ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ SIPയിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഈസിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗ്രോ ആപ്പ്. ഗ്രോ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾ ഗ്രോ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് എടുക്കുക. വീഡിയോ കണ്ടിട്ട് ഉടൻ ധൃതി പിടിച്ചു പോയ അക്കൗണ്ട് എടുക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ പല തെറ്റുകളും സംഭവിക്കാം. പിന്നീട് SIPയെ കുറിച്ചോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പം നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗ്രോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പിന്നീട് ഗ്രോ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട Gmail അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അലോ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ചെയ്യേണ്ട ഡോണ്ട് അലോ എന്ന് പറയുന്ന സെലക്ട് ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ ഗ്രോ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു 6 ഡിജിറ്റ് OTP വരുന്നതായിരിക്കും. അത് അടിച്ചു കൊടുക്കുക. പിന്നീട് അടുത്ത പേജിലേക്ക് വരുമ്പോൾ സെറ്റപ്പ് ഗ്രോ പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രോ പിന്നെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ പെർമിഷൻ അലോ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് അലോ പെർമിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. ഫോൺ കാളിൻ്റെയും മെസ്സേജിൻ്റെയും നോട്ടിഫിക്കേഷൻ അലോ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ വെരിഫൈങ് യുവർ നമ്പർ എന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിയുമ്പോൾ സിം വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നീട് അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെത് യൂണിയൻ ബാങ്ക് ആണ്, അതുകൊണ്ട് ഞാൻ മുകളിൽ സെർച്ച് ചെയ്ത് എൻ്റെ യൂണിയൻ ബാങ്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതുപോലെ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ബാങ്ക് ഗ്രോ ആപ്പുമായിട്ട് ലിങ്ക് ആവും. പിന്നീട് നിങ്ങൾക്ക് താഴെ ഇവിടെ കണ്ടിന്യൂ അക്കൗണ്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അടുത്ത പേജിൽ നമ്മുടെ പാൻ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജിൽ താഴെയായി കൺഫേം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നമ്മുടെ ഒക്യുപ്പേഷൻ ആണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി ഗവൺമെന്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. നിങ്ങൾ സെൽഫ് എംപ്ലോയി ആണെങ്കിൽ സെൽഫ് എംപ്ലോയി സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഓക്യുപ്പേഷൻ എന്താണോ ആ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ KYC ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങളുടെ അമ്മയുടെ പേരും അതുപോലെ തന്നെ അച്ഛൻ്റെ പേരും അടിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് താഴത്തെ ഓപ്ഷനായുള്ള പ്രൊസീഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആനുവൽ ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണോ അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്ന അടുത്ത പേജിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ സെലക്ട് ചെയ്യുക, മാരീഡ് ആണെങ്കിൽ മാരീഡ് സെലക്ട് ചെയ്യുക. അടുത്ത പേജിൽ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ട്രേഡിങ്ങിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതില്ലെങ്കിൽ നോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് വരുമ്പോൾ വെരിഫൈ ആധാർ യൂസിങ് OTP എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിന്റെ താഴെയായി പ്രൊസീഡ് ഫോർ KYC എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിന്റെ താഴെയായി ഒതന്റിക്കേറ്റ് ആധാർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. പിന്നീട് നെക്സ്റ്റ് എന്ന ബട്ടൺ ഞെക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് OTP വരും. ആ OTP അടിച്ചു കൊടുത്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കുക. പിന്നുള്ള പേജിൽ സെക്യൂരിറ്റി പിൻ അടിച്ചു കൊടുക്കുക. പിന്നീട് ഡൺ എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾ അലോ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം സക്സസ്ഫുള്ളി അവർ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിഞ്ഞ് വരുന്ന പേജിൽ ടേക്ക് എ സെൽഫി ഫോർ KYC എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി താഴെ നിങ്ങൾക്ക് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ അവിടെ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ആണ്. അതിൻ്റെ താഴെയായി കാണുന്ന പ്രൊസീഡ് ടു സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നമുക്ക് നോമിനിയെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി താഴത്തെ ആഡ് നോമിനി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നോമിനിയുടെ പേരടിച്ചു കൊടുക്കുക. അതിന് താഴെയായി നോമിനിയുമായിട്ടുള്ള റിലേഷൻ എന്താണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക.
നോമിനിയുടെ ഐഡന്റിഫിക്കേഷൻ പ്രൂഫ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ആധാറാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. താഴെയായി കൺഫേം ഐഡന്റിഫൈ പ്രൂഫ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ആ ബട്ടൺ സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ ഫിനിഷ് നോമിനി അഡീഷൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. താഴെയായി അത് സെലക്ട് ചെയ്യുക. അടുത്ത ഓപ്പൺ ആയി വരുന്ന പേജിന്റെ താഴെയായി കാണപ്പെടുന്ന പ്രൊസീഡ് ടു ആധാർ റീസൈൻ എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ പ്രൊസീഡ് കൊടുക്കുക. നിങ്ങളുടെ ഗ്രോ ആപ്പിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഗ്രോ ആപ്പിന്റെ അക്കൗണ്ടിന്റെ PDF ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക, എല്ലാം കറക്റ്റ് ആണോന്ന്. താഴെ റൈറ്റ് സൈഡിലായിട്ട് സൈൻ ഇൻ നൗ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം വെരിഫൈ OTP സെലക്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോ ആപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രോ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.